സൂക്ഷിച്ചിറങ്ങ്. ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്, ക്ഷീണൊക്കെ മാറിയിട്ടുണ്ട്. ഏയ് ഒന്നുമില്ല, അവൾ ഉഷാറാണ്. ഇന്നേക്ക് ഡിസ്ചാർജ് ആവും. ആർക്കാടി വിളിക്കണേ? ഡാൻസ് മാസ്റ്റർക്കാ. റീനെ ചാരപ്പണി എടുക്കണ്ടാട്ടാ. സത്യമായിട്ടും ഡാൻസ് മാസ്റ്റർക്കാ. അതാ നോക്ക്, എന്നെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ സ്ത്രീ പറയാ ചാരപ്പണി ചെയ്യാണെന്ന്. എന്നാ നേരെ കാണാം. ഒരു പോറലേൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടു. ബാലന്റെ ഇടപെടൽ കൊണ്ട്. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നാളെ നിങ്ങളും, നാളെ ഈ ഗ്രാമവും സമീപ പ്രദേശവും നശിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിനൊരു തീരുമാനം ഇന്നെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടുത്തെ പുഴയോ മണ്ണോ ഇവിടുള്ള ആളുകളോ പൗലോസിനൊന്നൊരു പ്രശ്നമല്ല. ആ കമ്പനിയുടെ ശവടപ്പ് ഉടനെ നടത്തണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കാണണം. എന്നിട്ട് മതി മറ്റു കാര്യങ്ങളൊക്കെ. എന്തേ അതന്നെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ചിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ സുരേന്ദ്രൻ അവർ ഇനി സംസാരിക്കും. നമസ്കാരം. പുഴവെള്ളം പരിശോധിച്ചതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അമോണിയ കലർന്നിട്ടുള്ള വിഷാംശമാണെന്നാണ്. കണ്ണാടി പുഴ ഇന്ന് മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പുഴകൾ നശിച്ചാൽ സകല ജീവജാലങ്ങൾക്കും വിനാശമായിരിക്കും. നിങ്ങളാണ് പൊരുതേണ്ടത് കുടിനീരിനായി. ആ ഫാക്ടറി ഇവിടുന്ന് പോയേ തീരൂ. പോണം. ആ യുദ്ധത്തിന്റെ മുമ്പിൽ ഞാനുണ്ടാവും, ഒരു എളിയ പ്രവർത്തകനായി. എത്രയും പെട്ടെന്ന് വേലപ്പേട്ടൻ പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉടനെ കാണണം. താൻ പറഞ്ഞത് ചെയ്താൽ മതി. എപ്പോഴും ലാഭം ഉണ്ടാവുമോ? നാട്ടുകാരുടെ നിർബന്ധം കുളം ചേറെടുത്ത് നന്നാക്കണമെന്ന്. മേലേന്ന് പ്രഷറും ഉണ്ട്. താൻ വിഷമിക്കണ്ട, അത് മറ്റേ പണിയിൽ കയറ്റിത്തരാടോ. ആ വെച്ചോളൂ. എന്താ പുഴക്കാരെ വിശേഷങ്ങൾ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? നിനക്കെന്തരേ ഒരു കോണത്തിലെ പുഞ്ഞാം ഇടിച്ചിട്ട് വളിഞ്ഞെരുമ്പ പൊട്ടിക്കും. സാത്താണ്ട് സന്തതി. ഇതെന്റെ വീടാണ്. ഒരു നിസ്സാര വാർഡ് മെമ്പറാ നീ. എവിടെ നിന്നാണ് എത്ര വലിയ കൊട്ടാരൊക്കെ കെട്ടിയത്? ഇത് വീടല്ലടോ, കൊള്ളക്കാരന്റെ കൂടാരാ. പട്ടീനെ അഴിച്ചുവിടും. വിടടാ ഇവനാ കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവൻ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അങ്ങനെ വഴിക്കുവാ. ഇതൊരു ഭീമഹർജിയാ. പ്രസിഡന്റ്, കണ്ണാടിപ്പുഴ തീരത്തുള്ള ഫാക്ടറിയിലെ വിഷമാലിന്യങ്ങൾ കൊണ്ട് പുഴ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കുട്ടികൾക്ക് ഛർദിയും ചൊറിച്ചിലും ബോധക്ഷയവും ഉണ്ടായി. പത്രം വായിച്ചു, വിവരം അറിഞ്ഞു. നിങ്ങൾ ആ പൗലോസിനോട് പറ. സാർ, ഫാക്ടറിക്ക് നേരെ നടപടി എടുത്തേ പറ്റൂ. അതിന്റെ ലൈസൻസ് ഉടനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാം. അത്ര പെട്ടെന്ന് നടക്കണ കാര്യമല്ല അത്. അതിന് അതിൻ്റെതായ നിയമവശങ്ങളുണ്ട്. ആദ്യം അത് നേരിൽ കാണണം, അത് പഠിക്കണം, അതിനെക്കുറിച്ചും പഠിക്കണം. അന്വേഷണ കമ്മിറ്റി ഉണ്ടാക്കണം, അതിനൊരു ചെയർമാനെ തെരഞ്ഞെടുക്കണം, മറ്റു ഭാരവാഹികളെയും തെരഞ്ഞെടുക്കണം. നിന്റെ തലയിലെ പിണ്ണ വെക്കണം. പഠിക്കണത്രേ. കല്ലുകാരൻ്റെ അവിടുത്തെ ഗോപിനാഥൻ നായ ചെറ്റ തെണ്ടി. നിന്റെ തറവാടേണ്ട അപ്പൻ തമ്മിൽ അടുപ്പം നിനക്കറിയില്ല. താനീ 916 നിന്റെ അച്ഛൻ. ആ തറവാടിന്റെ പേര് കളയാൻ ജനിച്ച ചെന്നായ. ആ തറവാടിന്റെ മാന്യത കൊണ്ടടാ ഇടവകയിലെ വോട്ടെല്ലാം നിനക്ക് കുത്തി നിന്റെ അണ്ണാക്കിലേക്ക് തള്ളിയത്. ഡാടാ, നന്ദി നായ്ക്ക് മാത്രല്ല, കുറച്ചൊക്കെ മനുഷ്യനാവാം. ഇനി നീ കസേരയിലിരിക്കില്ല, പാഠമാണെന്നാ പറയണത്. നോക്കിക്കോ. പ്രസിഡന്റ്, താങ്കളെ പഠിത്തം കഴിഞ്ഞ് വരുമ്പളേ ആ ഫാക്ടറി ഭൂമി പുറത്തുണ്ടാവില്ലേ? വാ ഫാദറെ, ഇവിടെ നിന്ന് ഇയാളെ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പഠിക്കട്ടവൻ. ഹലോ. എടോ പ്രസിഡന്റ്, താനൊരു മണഗുണാഞ്ചന. ഞാൻ എന്തിനാണോ സൂക്ഷിക്കണത്? താനും തന്റെ മേലാധികാരികളും കൂടി തുപ്പലം തൊട്ട് എണ്ണീതേ ലക്ഷക്കണക്കിന് രൂപയാ. ലക്ഷക്കണക്കിന് രൂപ തെളിവ് എന്റെ കയ്യിലുണ്ടോ?
ഞാൻ ഫാക്ടറി അടച്ചു പൂട്ടണം. മുതലാളി ഫാക്ടറി അടച്ചു പൂട്ടരുത്, എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. പ്ലാൻ ഇട്ടാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു. അവര് കളിക്കും, എന്നാ ഗോളടിക്കില്ല. പ്രൈം മിനിസ്റ്റർക്ക് മെമ്മോറാണ്ടം അയച്ചിട്ടുണ്ട് സ്വച്ഛ് ഭാരത് മിഷനിൽ ഈ കണ്ണാടിപ്പുഴ ചേർക്കണമെന്ന്. പിന്നെ നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള സമരപരിപാടികൾക്കാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബാലേട്ടനൊപ്പം സമരത്തിൽ പങ്കെടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് വിൽസേട്ടൻ. തൊട്ടു പോരുന്നവളെ ഇവളെന്റെ പെങ്ങളാ റീന, അവളെ എന്റെയാണ്. നിനക്ക് ഇവളെ കെട്ടിച്ചു തന്നിട്ടില്ലല്ലോ. കാക്കയ്ക്കും പരുന്തിനും വെട്ടി നുറുക്കി കൊടുത്താലും നിനക്ക് ഇവളെ തരില്ലടാ. ഇവിടെ വാടി, ഇനി നീ ഡാൻസിന് കൂത്തുന്നത് പോണ്ടടി. ഗോപാലേട്ടാ കാശ് തരാടി. മൊത്തം 245 രൂപ തരാണ്ട്. ഇതില് 110 രൂപയുണ്ട്. 10 രൂപ കുറവുണ്ടല്ലോ. നാളെ തരാം മോനെ. വേണ്ട, ഇനി വന്നാ മതി. അയ്യോ സ്റ്റൈലേ അത് വിടല്ല ഏട്ടാ. എന്താ നിർത്തിക്കൂടാ? എന്താ പറഞ്ഞേ? നിർത്താനാ? ഇതെന്റെ അച്ഛന്റെ കടയാ. അച്ഛന് സുഖമില്ലാത്തോണ്ടാ ഞാൻ നടത്തണേ, അല്ലാണ്ട് കാശ് മോശിച്ചിട്ടൊന്നല്ല. എന്റെ അപ്പന്റെ കടികളെ ഇവിടുത്തെ എല്ലാരും. വേണമെങ്കിൽ 2 മാസം മുമ്പ് എനിക്ക് ഈ ഷോപ്പ് നിർത്തായിരുന്നു. എന്നാൽ ഞാനത് ചെയ്തില്ല. തലയിൽ ഡിസൈൻ ചെയ്ത് നടന്നാലേ കഞ്ഞി പിടിക്കാൻ പറ്റില്ല, പണിയെടുക്കണം. നീ എന്റെ തൃശ്ശൂരിലുള്ള ബ്യൂട്ടി പാർലറിൽ പൊക്കോ, ഏത് ടൈപ്പിൽ വേണേ വെട്ടിവരും. ഓക്കെ. അപ്പൊ ഇതാ സ്റ്റൈല്? ഇതാ, ഇത് ജലതരംഗം പുഴ സ്റ്റൈല്. പാർലറിൽ ചെന്ന് പറഞ്ഞാ മതി, മിടുക്കരായ പിള്ളേരുണ്ട്. തീർച്ചയായും ചേട്ടൻ കേട്ടണ്ടേ? നമ്മുടെ രാഘവേട്ടന്റെ മോനാ. 10 പൈസക്ക് ഗുണമില്ല. മോൻ പറഞ്ഞ പോലെ യോയെ പിടിച്ച് നടക്കുക. എന്റെ മുടി ഒന്ന് പറ്റ വെട്ടി. ചേട്ടൻ വന്നിരിക്കും. സൂക്ഷിച്ചു പിടിച്ചാ മറിഞ്ഞു പോകരുത്. സൂക്ഷിക്കണേ. എന്താ പറ? ഒരു നെഞ്ചുവേദന. മണിക്കെന്ത് പറ്റി? പെട്ടെന്ന് ജോസേട്ട ഒന്ന് പിടിക്കും. തോട്ടത്തിൽ വാഴക്കൊല വെട്ടാൻ പോയിരിക്കും. വഞ്ചി ഒരാളൊന്ന് പിടിക്കും. മോനെ ബാല സൂക്ഷിക്കണേ. വഞ്ചി വിടും. എന്നാ വിഷയം? കടവുളെ മണിയെ കാപ്പാത്തുങ്കോ. സൂക്ഷിക്കണം. പാത്തു പൊങ്കോ. ബാല കാപ്പാത്തുങ്കോ. ബാലിനെ വിളിക്കണ, കണ്ടു തോർക്കണ. ഇങ്ങ പാരുങ്കോ മണി. ഇത്തിരി വെള്ളം കൊടുത്തോക്ക്.